മാന്യപ്രേക്ഷകർക്ക് മലനാട് TV സൗദി ചാപ്റ്ററിന്റെ നവോത്സരാഘോഷത്തിലേക്ക് സ്വാഗതം. സുവർണ സ്വപ്നങ്ങളുടെ പരിശുദ്ധിയിൽ ഒരു നവയുഗം കൂടി ഉദിച്ചുയരുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ ലോക മലയാളികളെ മലനാട് TV സൗദി ചാപ്റ്റർ ഒരുക്കിയ നവയുഗ പിറവി ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലനാട് TVയുടെ സൗദി ചാപ്റ്ററുമായി സഹകരിക്കുന്ന ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ നമുക്കുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നാസർ മാഷ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നമസ്കാരം. പ്രഭാപൂരിതമായ ഇന്നലകൾ നമ്മുടെ തഴുകി യാത്രയാകുമ്പോൾ സ്മൃതിയുടെ മഞ്ചിരാതിലേക്ക് ഒരു നവവർഷം കൂടി സമാഗതമാകുന്നു. നാളെയുടെ പുത്തൻ ഉണർവിൽ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഒരു നല്ല കൂട്ടായ്മ വരും തലമുറയ്ക്ക് കൈമാറാൻ ഈ നവയുഗപ്പിറവിയിൽ ഏതൊരു ഭാരതീയനോടും ആഹ്വാനം ചെയ്തുകൊണ്ട് മലനാട് TV സൗദി ചാപ്റ്റർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ നവവത്സര ആഘോഷത്തിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ പരിപാടിയിലേക്ക് ഏവരെയും സദയം ക്ഷണിക്കുന്നു. മലനാട് TVയുടെ ചീഫ് ക്യാമറമാനായ ഗഫൂർ മാവൂർ, അതോടൊപ്പം തന്നെ ജിതിൻ രാജു, അതോടൊപ്പം ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ നമുക്കുണ്ട് ഈ മലനാട് TV സൗദി ചാപ്റ്ററിൻ്റെ പിന്നിൽ. അതിൽ ഏറ്റവും പ്രധാനിയാണ് ഫൈസൽ CMD. നമ്മുടെ ഇതിൻ്റെ ആർട്ട് വർക്കുകൾ ചെയ്യുന്നത് വിജേഷ് ചിറയിലാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് കനേഷ് ചന്ദ്രനാണ്. മലനാട് TV സൗദി ചാപ്റ്ററിന് വേണ്ടി മറ്റ് പ്രധാനപ്പെട്ട 3-4 പേരുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനിയാണ് സലീം പാലക്കൽ. ഇവരോടുകൂടി എല്ലാവരോടും സഹകരിക്കാനും ഇവിടെ ഈ വേദിയിൽ എന്നെ ക്ഷണിച്ച് മലനാട് TVയുടെ ചീഫ് ഓർഗനൈസർ മിസ്റ്റർ സംനാഥിനോടും മറ്റുള്ള അണിയർ ശില്പികളോടും എൻ്റെ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. കൂടാതെ നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിലാഷ് പാലക്കാട്. മലനാട് TV ഒരുക്കി തന്ന ഈ വേദിയിൽ ഇവിടെ വന്ന് ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനും പാട്ട് പാടുവാനും തന്ന ഈ അവസരത്തിന് മലനാട് TV എല്ലാ ടീം മെമ്പേഴ്സിനോടും നന്ദി അറിയിച്ചു. അതുപോലെ തന്നെ മൻസൂർ കോഴിക്കോട്. ഞാൻ മൻസൂർ, നാട്ടിൽ കോഴിക്കോടാണ്. ഇവിടെ വന്നിട്ട് 16 വർഷമായി. ഇതിനിടയ്ക്ക് ഇവിടെ ഒരുപാട് സ്റ്റേജുകൾ പാടിയിട്ടുണ്ട്. എങ്കിലും എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മലനാട് TV എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ വരാൻ പറ്റിയതിലും അതുപോലെ ഇത് നടത്തുന്ന ഇത്രയും നമ്മുടെ സുഹൃത്തുക്കളായ എല്ലാവരും കൂടി നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിലും വളരെയധികം സന്തോഷമുണ്ട്. കൂടാതെ എനിക്ക് പറയാനുള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ആശംസ. നിസാം, തിരുവനന്തപുരം. എൻ്റെ പേര് നിസാം. സൗദിയിൽ വന്നിട്ട് 5 വർഷമായി. ഇവിടെ ചില വേദികളിലൊക്കെ പാടാറുണ്ട്, ചെറുതായിട്ട് അനൗൺസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അബി നല്ലൊരു ഗായകനാണ്. അപ്പോൾ അബിയുടെ 2 പാട്ടോടുകൂടി നമുക്ക് ഈ പുതുവത്സരാഘോഷം തുടങ്ങാം. എന്താ അബി? ഇരുളിലൊരു കൈത്തിരി, പുലരും വരെ പുഞ്ചിരി, പകലിൻ നിറവിൽ തെളിയും വെയിലിൽ കാണാനെരിയും തിരി. ഇരുളിലൊരു കൈത്തിരി, പുലരും വരെ പുഞ്ചിരി, പകലിൻ നിറവിൽ തെളിയും വെയിലിൽ കാണാനെരിയും തിരി. തീരുന്നൊരു വേഷം, തുടരും മറുവേഷം, എന്നും പുതുവേഷം, ഇതു തീരില്ല തീരില്ല. സ്നേഹിക്കാൻ മാത്രം പറയുന്നീ മനസ്സ്, ഹൃദയത്തിൻ തപസ്, ഇതു തീരില്ല തീരില്ല. ഇരുളിൽ ഒരു കൈത്തിരി, പുലരും വരെ പുഞ്ചിരി, പകലിൻ നിറവിൽ തെളിയും വെയിലിൽ കാണാനെരിയും തിരി. വളരെ മനോഹരമായിരുന്നു. അപ്പോൾ തുടക്കം തന്നെ നല്ലൊരു പാട്ടുകൂടി നമ്മൾ തുടങ്ങി അല്ലേ? അപ്പോൾ അടുത്തത് മൻസൂറാണ്. അപ്പോൾ മൻസൂറിൻ്റെ കണ്ടുകൂടി.
पहला प्यार है, पहली पहली बार है, पहला पहला प्यार है, पहली पहली बार है, जाने कभी अनजाना कैसा मेरा प्यार है, हो पहला पहला प्यार है, पहली पहली बार है. വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു ഗായകനും അതുപോലെ തന്നെ നല്ലൊരു ശബ്ദത്തിൻ്റെ ഉടമയാണ് നിസാം തിരുവനന്തപുരം. അപ്പം അദ്ദേഹത്തിൻ്റെ രണ്ടൊരു പാട്ടായല്ലോ. നിസാം റെഡിയല്ലേ? ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ, നമ്രശീർഷരായി നിൽക്കൂ നിന്നിൽ നമ്രനക്ഷത്രകന്യകൾ. ഈ പുതുവത്സരത്തിൽ നമ്മളെല്ലാവരും ഒത്തുകൂടി. നമ്മളോടൊപ്പം നാസർ മാഷുണ്ട്. അപ്പോൾ നാസർ മാഷിന് ഈ പുതുവത്സരത്തിൽ എന്താണ് നമ്മുടെ മലനാട് TV പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞാനൊരു ഭാരതീയൻ, ശരിക്കും ഞാനതിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. കാരണം ഈ കൂട്ടായ്മയും ഈ മുഖത്ത് കാണുന്ന സന്തോഷവും എല്ലാവരുടെയും മനസ്സിൽ നിന്ന് വരുന്നതാണ്. നാം ഭാരതീയനാണ്, ഒരമ്മ പെറ്റ മക്കൾ, ജാതി മത വർഗ വിവേചനമില്ലാണ്ട് ഒരു ഒത്തൊരുമ നമ്മളുടെ കൂടി. ഇത് പ്രവാസിയായ നമുക്ക് മാത്രം കിട്ടുന്നതാണ്. നാട്ടിൽ ചെന്നാൽ ഒരു പക്ഷേ ഈ കൂട്ടായ്മ തികച്ചും യാദൃച്ഛികമായിരിക്കും. എത്രയെത്രയോ പേർ ഈ പ്രവാസികളായിട്ട് ഇവിടെ എത്തിപ്പെടുന്നുണ്ട്. പലരും പല ദുരിതത്തിലാണ്. പക്ഷെ എങ്കിലും തോളോട് തോൾ ചേർന്ന് ഈ സായം സന്ധ്യയിൽ, ഈ നവവർഷ പുലരിയിൽ എല്ലാം മറന്ന് ഏകോദര സഹോദരങ്ങളെപ്പോലെ തോളോട് തോൾ ചേർന്ന് നാം എല്ലാവരും ആഘോഷിക്കുന്ന ഈ നവവത്സരത്തിൽ എല്ലാ ഭാരതീയനും 1000 ആശംസകൾ നേർന്നുകൊണ്ട് ഈ നവവത്സര ആഘോഷത്തിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും വഴികാട്ടിയുമായ ഷംനാദിനും, പിന്നെ ഈ വർണ്ണശുഭമായ സമ്മേളനത്തിൽ പങ്കെടുത്ത, ഈ പരിപാടിയിൽ പങ്കെടുത്ത എൻ്റെ പ്രിയ ആത്മമിത്രങ്ങളായ ഈ സഹപാഠികൾക്കും, പിന്നെ ഇതിൻ്റെ പിന്നിൽ, ഈ ക്യാമറയ്ക്ക് പിന്നിൽ വർക്ക് ചെയ്യുന്ന, അഹോരാത്രം പാടുപെടുന്ന എൻ്റെ എല്ലാമെല്ലാമായ എൻ്റെ കുഞ്ഞനുജന്മാർക്കും എൻ്റെ സഹോദരങ്ങൾക്കും, വിശിഷ്യ ഓരോ പ്രവാസിക്കും, ഈ പരിപാടി കാണുന്ന ദർശിക്കുന്ന ഓരോ പ്രവാസിയുടെ കുടുംബങ്ങൾക്കും എല്ലാ തരത്തിലുള്ള ആശംസകളും. ഷംനാദ് കരുനാഗപ്പള്ളിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ നിരാലംബരായ പ്രവാസി സമൂഹത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു അത്താണിയായി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ മീഡിയയ്ക്ക് ചെയ്യാൻ കഴിയുന്ന അമൂല്യമായ സംഭാവനകളെ പ്രായോഗികവൽക്കരിക്കുന്നതിനെക്കുറിച്ച് ചങ്ങാതിക്കൂട്ടം ചർച്ച ചെയ്തു. ഏകദേശം നമ്മളെല്ലാവരും പാട്ടുകളൊക്കെ പാടി അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ വൈൻഡപ്പിലേക്ക് തിരികെയാണ്. അപ്പോൾ ഒരു അടിച്ചുപൊളി പാട്ടുകൂടി നമുക്ക് ഈ നവോത്സവ ദിനത്തിൻ്റെ ആഘോഷം തീരുവല്ല, ഇവിടുന്ന് തുടക്കമാണ്, എങ്കിലും ഈ പരിപാടിയുടെ അവസാനമാണ്. അപ്പോൾ അതിന് നമ്മുടെ എല്ലാ ടീം മെമ്പേഴ്സിനെയും ഇല്ലേ, അപ്പം 2 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ ടീം മെമ്പേഴ്സിനെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. റെഡിയല്ലേ? കമോൺ. You feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too.
ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. ഇന്നലകളുടെ വഴിത്താരയിൽ നമുക്ക് മാർഗദർശനം നൽകിയ പുണ്യാത്മാക്കളുടെ പാദത്തിൽ 1000 സ്നേഹപുഷ്പങ്ങൾ അർപ്പിച്ച് സർവഭാരതീയർക്കും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പുതുപുലരികൾ നേരുന്നു.